സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ സാമൂഹ്യ തലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതിന് മുമ്പ് എങ്ങനെ സാമൂഹ്യ ആപേക്ഷിക സിദ്ധാന്തം എന്നത് പൊതുവാകുന്നു, അതായത് പ്രപഞ്ചത്തിലെ മറ്റെല്ലാ വസ്തുക്കൾക്കും പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഉള്ള ഒരു മാനമാണ്, നിലനിൽപ്പിന് തന്നെ ഉള്ള, അസ്തിത്വത്തിന് തന്നെ ഉള്ള ഒരു അനിവാര്യമായ അത്യന്താപേക്ഷിതമായ ഒരു മാനമാണ് മാറ്റം എന്നാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. ആ മാറ്റം എന്നത് അംഗീകരിച്ചു എന്ന് തന്നെ വെച്ചോളൂ. അങ്ങനെ അംഗീകരിച്ചാൽ പോലും അതും ഒരു സമൂഹത്തിൻ്റെ ശരിയായ നിയമമായി മാറാൻ പലപ്പോഴും പ്രയാസമുണ്ട്. കാരണം ഈ സമൂഹം എന്നത് ഈ ഉപകരണങ്ങൾക്ക് പിന്നാലെ പോകുന്നതാണ്. അതിൻ്റെ ഒപ്പം പോകാൻ കഴിയില്ല. അതിന് ആദ്യം ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു, ആ ഉപകരണങ്ങളോട് കൂടി അത് ഉപയോഗിക്കുന്നതോടു കൂടിയാണ് സാമൂഹ്യ മാറ്റങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ, സാമൂഹ്യ രീതികൾ, ഇതൊക്കെ മെല്ലെ അത് പിന്നാലെ വരുന്നതാണ്. അത് മാത്രമല്ല, അത് ഒരു ശരിയായ സാധാരണ പോലുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോലെ കൃത്യമായി നടക്കുന്നത്. കാരണം ഇത് സമൂഹത്തിൽ നടക്കുന്നതാണ്. സമൂഹമാണെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു കുഴപ്പം, ഈ നേരത്തെ പറഞ്ഞ ഉപകരണങ്ങളെ കൊണ്ട് തന്നെ അതിന് ഭൗതികമല്ലാത്ത ഒരു ലോകം കൂടിയുണ്ട്. അതായത് ഒരു ആത്മീയ ലോകം, ഒരു മാനസിക ലോകം, ഒരു അഭൗതിക ലോകം. ഈ അഭൗതിക ലോകത്തെ യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്തെ പോലെ തന്നെ കൃത്യമായ ഒരു റിയാക്ഷൻ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം മാത്രമല്ല, അതിന് മറ്റൊരു കുഴപ്പം എന്താണെന്ന് വിചാരിച്ചാൽ, പ്രകൃതിയുടെ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്ന തൻ്റെ ലേഖനത്തിൽ, തൻ്റെ ഫാംലെറ്റിൽ ഫ്രെഡറിക് എംഗൽസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഒരു സമൂഹത്തിൽ ഉള്ള വിശ്വാസം, അത് തെറ്റോ ശരിയോ എന്തായിക്കോട്ടെ, അത് ആ സമൂഹത്തിൽ പെടുന്നതോടുകൂടി തന്നെ അതൊരു ഭൗതിക ശക്തിയായി പരിണമിക്കുന്നതാണ്. ഭൗതിക ശക്തിയാവുന്നതോടുകൂടി തന്നെ അതിന് ആശയപരമായ പരാജയപ്പെടുത്തിക്കൊണ്ട് അതില്ലാതാവില്ല. അതിന് എങ്ങനെയാണോ ഈ ആശയം കടന്നുകൂടി അതേപോലുള്ള ആശയങ്ങൾ വെച്ചിട്ട് മെല്ലെ മാത്രമേ അതില്ലാതെ. ഇപ്പോൾ ഒരാൾ ദൈവമില്ല എന്ന്, അല്ലെങ്കിൽ മതത്തിൽ ഇന്നത് തെറ്റാണെന്നോ അങ്ങനെ അത് ഒരു സമവാക്യം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ സമവാക്യം കൊണ്ട് തെളിയിച്ചത് കൊണ്ടാവില്ല. മറിച്ച് അത് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരിലും ഈ ആശയം എത്തി അവിടെ ബോധ്യമാകുമ്പോൾ മാത്രമേ അങ്ങനെ മതത്തിൻ്റെ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ അമിത സ്വാധീനം ഇല്ലാതാവുകയുള്ളൂ അർത്ഥം. അതാണ് എംഗൽസ് സൂചിപ്പിച്ചത് എന്നർത്ഥം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉപകരണങ്ങൾ ആണ് ഈ മനുഷ്യൻ്റെ സാമൂഹ്യ മാറ്റത്തിന് മുന്നിൽ നടക്കുന്നതെങ്കിൽ പോലും അതുണ്ടാക്കുന്ന സാമൂഹ്യ മാറ്റങ്ങൾ, സാമൂഹ്യ നിയമങ്ങളെ
അത് അല്ലെങ്കിൽ ഉപകരണങ്ങൾ മാറുന്നതോടുകൂടി അതേപോലെ തന്നെ മാറുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ഉപകരണങ്ങൾ മാറാനായി, ഈ ഉപകരണങ്ങൾക്കനുസരിച്ച മാറ്റത്തിനായിട്ട് അല്ലെങ്കിൽ ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഇമ്പാക്റ്റ് സമൂഹത്തിൽ, സാമൂഹ്യ നിയമങ്ങളിൽ, സാമൂഹ്യ രീതികളിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ കൊണ്ടുവരാനായിട്ട് സഹായിച്ച 3-4 പേരുടെ പങ്കാളിത്തം നമ്മളിവിടെ അനുസ്മരിക്കേണ്ടതുണ്ട്. എല്ലാവരും, അതായത് ലോകത്ത് ഇന്ന് വരെ ഉള്ള എല്ലാ തത്വചിന്തകളും, എല്ലാ മതചിന്തകളും, എല്ലാ പ്രവാചകന്മാരും അല്ലെങ്കിൽ ദിവ്യന്മാരും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ അക്കാലത്തുള്ള ഉപകരണങ്ങൾക്കനുസരിച്ച അന്നത്തെ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള നിയമങ്ങൾ, സാമൂഹ്യ നിയമങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അങ്ങനെ ശ്രമിച്ചതിൽ ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിനനുസരിച്ച രീതിയിലുള്ള സാമൂഹ്യ മാറ്റത്തിന് ഏറ്റവും കൂടുതൽ മാനവ ചരിത്രത്തിൽ സഹായിച്ച കുറച്ച് ആൾക്കാരുടെ അത് 4 പേരാണ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ പറയുന്നു. ഇത് ഇന്നേ വരെ നമ്മുടെ ചരിത്രത്തിലുള്ള എല്ലാ പുരുഷന്മാരും, എല്ലാ സ്ത്രീകളും, എല്ലാവരും കൂടി അടങ്ങിയ ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ദിശയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിച്ച 4 പേരെയാണ് ഞാൻ ഇതിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് പറയുന്നത് എന്തായാലും ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്. അതായത് ഗൗതമ ബുദ്ധൻ എന്ന ശ്രീബുദ്ധൻ. അദ്ദേഹം ഏകദേശം സാമാന്യ ആപേക്ഷികതയുടെ സാമൂഹ്യ തലം അന്നേ കണ്ടെത്തി. ഭൗതിക തലത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നായിരിക്കണം. എന്തായാലും സാമൂഹ്യ തലത്തിൽ ഒരു വലിയ പരിധി അതാണ് അദ്ദേഹം ഈ മനുഷ്യരുടെ ദുരന്തങ്ങളും വിഷമങ്ങളും പാവപ്പെട്ടവരുടെ ദീനതയും ദുരന്തങ്ങളും ഒക്കെ കണ്ടിട്ടാണ് അദ്ദേഹം തൻ്റെ സ്വന്തം കൊട്ടാരവും കിരീടവും ഒക്കെ ഉപേക്ഷിച്ച് സ്വന്തം മെനഞ്ഞെടുത്ത ഒരു രീതിയിലൂടെ എങ്ങനെയാണ് ഈ ദുരന്തങ്ങൾ മാറ്റണത്, ദുരിതങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ, ഇതൊക്കെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന വളരെ ഗഹനമായ ഒരു ചിന്തയിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ഉണ്ടായത്. അതിൽ അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദുരിതങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ ഒരു വസ്തുവും സ്ഥായിയായി നിലനിൽക്കുന്നില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം എന്നത് ആണ് സ്ഥായിയായത്, അല്ലാതെ ദുരന്തങ്ങളോ അല്ല എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹം
നമ്മളെ ഈ വിഷമങ്ങൾ പലതും, നമുക്ക് എന്തെങ്കിലും വിഷമോ ദുരന്തം ഉണ്ടെങ്കിൽ ആ ദുരന്തത്തെക്കാളും കൂടുതലായ അതിൻ്റെ അയ്യോ ഇത് എനിക്കുണ്ടല്ലോ എന്നുള്ള വിഷമവും മാത്രമല്ല, അതോടുകൂടി തന്നെ അതിന് രക്ഷപ്പെടാനുള്ള അതിലും വലിയ ആഗ്രഹം. ഇത് രണ്ടുമാണ് ആ വിഷമത്തെ, ദുരന്തത്തെ പർവ്വതീകരിക്കുന്നത് എന്നും അദ്ദേഹം മനസ്സിലാക്കുകയും അതിനെ ഇല്ലാതാക്കാനായിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അതാണ് അദ്ദേഹത്തിൻ്റെ ആ വിപാസന പോലുള്ള എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. വിപാസനയുള്ള ഒരു ധ്യാന രീതിയുണ്ട്. അതിലൊക്കെ തന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഒരു സാക്ഷിഭാവത്തിൽ കാണുക മാത്രം ചെയ്യുക. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊരു വേദന ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ചൊറി ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ ചൊറി തന്നെ ആയിക്കോട്ടെ, ചൊറി ഉണ്ടെന്ന് തന്നെ വെച്ചു. ഈ നേരെ മറിച്ച് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ചൊറിയാൻ തോന്നും, ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും, ആ ചൊറി അങ്ങനെ തന്നെ നിലനിൽക്കും. മറിച്ച് ആ ചൊറി അവിടെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും ആ ചൊറി ഇല്ല, അതിനെ ഒരു സാക്ഷിഭാവത്തിൽ കാണുക. എന്നിട്ട് നേരെ മറിച്ച് സാക്ഷിഭാവത്തിൽ കാണണ്ടാൽ എന്താണ്, നമുക്ക് കാണുന്നു അത് ഉണ്ടാവണ്ടെന്നോ ഇല്ലയെന്നോ തോന്നേണ്ടതില്ല. അതായത് അതിനില്ലാതാക്കാനോ അല്ലെങ്കിൽ അതിനായിട്ട് ചൊറിയാനോ പോവാതെ അടക്കി പിടിച്ച് അങ്ങനെ തന്നെ ഇരുന്ന് ആ ചൊറിയെ മാത്രം ആലോചിക്കും. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ചൊറിയില്ലാതെ. അത് ചൊറിയുടെ മാത്രമല്ല, നിങ്ങളുടെ വേദന പോലും നിങ്ങളെടുത്തോളൂ. ഇന്ന് വേദന, ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പോലും അത് പർവ്വതീകരിക്കാനുള്ളൊരു കാരണം, അയ്യോ ഇത് എനിക്ക് വന്നല്ലോ എന്നുള്ള ആദിയും മാത്രമല്ല അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ എന്നുള്ള ആഗ്രഹവും കൊണ്ട് പലതും ചെയ്യുന്നതുമാണ് അർത്ഥം. അതിന് പകരം ഒന്നും ചെയ്യാതിരിക്കുക. ഇത് സ്വാഭാവികമാണ്. സൂര്യൻ ഉദിക്കുന്ന പോലെ, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ പോലെ, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൽ ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസ് കറങ്ങുന്ന പോലെ ഇത് സ്വാഭാവികമായ ഒരു സാധനം മാത്രമാണ്. അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് സാധാരണ പോലെ നടക്കും, അത് മാറിക്കൊണ്ടേയിരിക്കും എന്ന് നാം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് അനങ്ങ പോലും ചെയ്യാതെ, ചൊറിയാണെങ്കിൽ കൈ തരിക്കുന്നുണ്ടെങ്കിൽ പോലും ചൊറിയാതെ, അനങ്ങാതെ, മിണ്ടാതെ, അത് മാത്രം ശ്രദ്ധിച്ച്, കൺപീള പോലും തുറക്കാതെ അത് മാത്രം ശ്രദ്ധിച്ച് കുറച്ച് നേരം നോക്കൂ. കുറച്ച് സമയം കൊണ്ട് ആ വേദന അല്ലെങ്കിൽ ചൊറി ഇല്ലാതാവുന്നത് കാണാം. പക്ഷേ ഇന്ന് ചൊറിയുടെ കാര്യം അല്ലെങ്കിൽ വേദനയുടെ കാര്യമൊക്കെ എന്താണ്, ഒരു മാർക്കറ്റ് ചരക്കാണ്. അത് വിറ്റ് കാശാക്കുന്ന, ആ കാശ് ഉണ്ടാക്കുന്ന ഒരു വ്യാവസായിക ലോബി എന്തിന്, ലോകത്തെ ഭരിക്കുന്ന ഏറ്റവും ശക്തരായ ഭരണാധികാരികളെപ്പോലും അമ്മാനമാടാൻ കഴിവുള്ളവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വ്യവസായികൾ. അതായത് വേദനയുടെ വ്യവസായികൾ, വേദന വിറ്റ് കാശാക്കുന്നവർ, വേദന സംഹാരികൾ വിറ്റ് കാശാക്കുന്നവർ, ബഹുരാഷ്ട്ര കുത്തകൾ, അവരാണ് ലോകം ഭരിക്കുന്നത് എന്നതുകൊണ്ട് പലപ്പോഴും ഇത് നടക്കില്ല, ഇതൊക്കെ അശാസ്ത്രീയമാണെന്ന് പറയും. പക്ഷേ ഇത് കേൾക്കുന്ന ഓരോരുത്തരും സ്വയം ചെയ്ത് പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വേദനയെ മറികടക്കാനും വേദനയെ ജയിക്കാനും കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേദന ഉണ്ട്,
സംശയമില്ല. പക്ഷെ ആ വേദന പ്രപഞ്ചത്തിൻ്റെ താളമാണെന്നും നമ്മളെ എന്തോ ആവശ്യമായ രീതിയിലുള്ള പ്രകൃതിയുടെ സൂചനയാണെന്നും ഭാഷയാണെന്നും പ്രപഞ്ചത്തിൻ്റെ ദൈവത്തിൻ്റെ ഭാഷയാണ്, നിങ്ങളോടുള്ള വാക്കുകളാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം കാലം യാതൊരു സംശയമില്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. അത് മാറും എന്നുള്ളതിന് സംശയമില്ല. അത് നിങ്ങൾ ഒരു ഗുളികയും കഴിക്കേണ്ട. ഗുളികയും ഈ ഔഷധങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെ അപകടമാണ്. അത് കൂടുതൽ വലിയ രോഗങ്ങളിലേക്ക് നിങ്ങൾ നയിക്കും. ഇത് ഞാൻ പറയാൻ തന്നെയുള്ള കാരണം ഈ സാമാന്യ ആപേക്ഷികത എന്നതിൻ്റെ കാതലായ അടിത്തറ മാറ്റങ്ങൾ എന്നതാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താണ്. ഇത് നിങ്ങൾക്ക് സ്വന്തം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശ്രീബുദ്ധൻ്റെ സാമൂഹ്യ തലത്തിലുള്ള സാമാന്യാപേക്ഷികത ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ അനിത്യ എന്നൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അനിത്യ എന്ന് പറഞ്ഞാൽ നിത്യമായതൊന്നുമില്ല, അതായത് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് സാമൂഹ്യ തലത്തിലും മനുഷ്യൻ്റെ ശരീരശാസ്ത്രപരമായിട്ടൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അർത്ഥം. ഈ ദുരന്തങ്ങളെ, വേദനകളെ, വിഷമങ്ങളെ ഒക്കെയാണ്. അതിന് അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗമാണ് ഈ നിത്യമായതൊന്നുമില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതി. നിത്യമായതൊന്നുമില്ലെങ്കിലോ പിന്നെ യാതൊരു സംശയമില്ല. അപ്പോൾ അനിച്ഛ എന്നും കൂടി പറയാം. ഇച്ഛിക്കണ്ട, ഇത് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളൊന്ന് ഒരു കൂടുതൽ മോഹവും വേണ്ട. അതേപോലെ തന്നെ ഇത് ഉണ്ടാവുമല്ലോ ഇല്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട, ഉണ്ടല്ലോ എന്നുള്ള ആഗ്രഹം. അതായത് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വിഷമം ഇല്ലാത്തത് കൊണ്ട് വിഷമം വേണ്ട, ഉള്ളത് കൊണ്ട് നിങ്ങൾ കൂടുതൽ ആഹ്ലാദിക്കും വേണ്ട. അങ്ങനെ നിങ്ങളൊരു സ്ഥായി ഭാവത്തിൽ, സാക്ഷിഭാവത്തിൽ ഈ പ്രപഞ്ചത്തെ കാണുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. പ്രപഞ്ചം തന്നെ ഇവിടെ പെർഫെക്റ്റായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ രൂപഘടനയും ഒക്കെ ഒരു പെർഫെക്റ്റാണെന്ന് അർത്ഥം. അതിൻ്റെ ആ രീതിയിൽ അത് പെർഫെക്റ്റാണ്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ ഇടപെടുന്നതായിരിക്കും പലപ്പോഴും അപകടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇന്ന് ഇവിടെ നമ്മൾ അവസാനിക്കുക. അടുത്തതായിട്ട് അപ്പോൾ ഈ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിൽ യഥാർത്ഥത്തിൽ ആദ്യം ഇതിൽ പങ്കുവഹിച്ചത് ശ്രീബുദ്ധൻ ആണ് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല എല്ലാ തത്വചിന്തകന്മാരും പ്രവാചകന്മാരും ഒക്കെ തന്നെ ശരിക്കും അവരുടെ ഇതിൽ പറയുന്ന തന്നെയുണ്ട്. അവർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വിപരീതങ്ങളോ ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ നിങ്ങൾ എടുത്താൽ മതി എന്ന് തന്നെ പറയുന്നുണ്ട് എല്ലാവരും. മുഹമ്മദ് നബി പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ഇത് പറയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മുഹമ്മദ് നബി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തന്നെ ഈ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം മാറ്റങ്ങൾ എന്നത് ഏകദിശാപരമാണെന്നും അത് ഏറ്റവും അവസാനത്തതാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിന് തെളിവായിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനോട് സംസാരിക്കാനുള്ളതുകൊണ്ട്. അടുത്ത എപ്പിസോഡിൽ
എപ്പിസോഡിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ, അതേപോലെ തന്നെ കാറൽ മാർക്സ്, അതേപോലെ തന്നെ ഗാന്ധിജി, ഈ 3 പേരുടെയും സംഭാവനകൾ, അവരുടെ സംഭാവനകളെ കുറിച്ചിട്ട് പറയാം. എന്തായാലും ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. വല്ല തെറ്റും ഇതിലുണ്ടെങ്കിൽ ദയവായി ചൂണ്ടിക്കാണിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.